ഓരോ കൊല്ലങ്ങൾ പോണ പോക്കേത് ഇപ്പൊ 2020 നമുക്ക് മാത്രം ഒരു മേൽഗതിയില്ല, ഒരു ഗുണവുമില്ല. ഞാൻ ആലോചിക്കണിപ്പോ അതല്ല, എങ്ങനെ ഇനിയുള്ള കാലം ജീവിച്ചു പോവാന്നാണ്. എന്താ സ്റ്റൂള്, മേശ, കസേര, കട്ടില് ഇതൊക്കെ റെഡിമെയ്ഡാണ്. കടയിൽ പോയിട്ട് ഈ സാധനം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ മേടിച്ചു പോവാം. പണി എന്ന് പറഞ്ഞ സംഭവമില്ല. ആളുകൾ റെഡിമെയ്ഡിലേക്ക് മാറണം. നിങ്ങളൊക്കെ പണിക്ക് വിളിച്ചാൽ സമയത്ത് ചെല്ലൂല. ഇതുള്ള കാശ് കൊണ്ടുപോയി കൊടുത്താൽ സമയത്ത് അവർക്ക് സാധനം കിട്ടും. അത് തന്നെ. ഇപ്പൊ റെഡിമെയ്ഡ് അല്ല, അല്ലാത്ത പണിക്ക് വിളിച്ചു പോകലുണ്ടോ? അല്ല, അതിപ്പോ നോക്കിയിട്ട് കാര്യമില്ല. അതിപ്പോ ഓരോ രീതിയിലുള്ള പണി കിട്ടണേ. എനിക്ക് പറ്റിയൊരു പണി കിട്ടിയാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. ഏടാ ചങ്ങായി, എന്റെ പണിയുടെ കാര്യം ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു. ഇപ്പൊ ഒരു വീട് വെക്കാച്ചാ അതിനൊരു 4 ജനൽ വെക്കണമെങ്കിൽ ആശാരിമാര് വേണ്ടേ, അതിനൊരു ഡോറ് വെക്കണമെങ്കിൽ ആശാരിമാര് വേണ്ടേ, ഒരു കബോർഡ് വർക്ക്, അങ്ങനെ തുടങ്ങി എന്ത് പണി ഉണ്ടെങ്കിലും ആശാരിമാർ എന്റെ കൂടെ ഉണ്ടാവും. ഇതിപ്പോ ഇന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ഷർട്ട് തയ്ക്കണ തയ്യക്കൂലി ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഷർട്ട് റെഡിമെയ്ഡ് ഇങ്ങോട്ട് മേടിക്കാം. പിന്നെ ആരപ്പോ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് ഷർട്ട് തയ്ക്കാൻ തന്നെ വെടിപ്പായിട്ട് തയ്ച്ചും കൊടുക്കണോ? ഇപ്പൊ പറഞ്ഞല്ലോ ആശാരിമാര് വേണം ഇതിനൊക്കെ. അതിനൊക്കെ ഒരു അത്തം പൂത്തും അറിയണ ആളുകളെ വെച്ചാൽ ആ പരിപാടി നടക്കും. കാരണം ഒക്കെ മെഷീനറിയാണ്. ഈ ചതുരത്തിൽ ഓട്ടോ വളക്കണമെങ്കിൽ അതിന്റെ ഒരു ചതുരത്തിന്റെ ഒരു സംഗതി ഉണ്ടാവും. ഇവിടെ എന്ന് പറഞ്ഞാൽ അതാണ് പോകും. അതേപോലെ വട്ടത്തിൽ തുളക്കണം എന്ന് വിചാരിക്കും, അങ്ങനെ കുറവാക്കി അതാണ് ഒക്കെ ആയി. അതാണ് കൊണ്ടിട്ട് അവിടെ ഇവിടെ ഒക്കെ വിട്ടിട്ട് അത് കറക്റ്റാവും. എന്തിനാ ശരി. അല്ല, എല്ലത് ഇപ്പൊ ഒരു കണക്കിന് പറഞ്ഞപ്പോ റെഡിമെയ്ഡ് ഇറങ്ങാത്തത് ഓന്റെ പണിക്ക് മാത്രമേ ഉള്ളൂ. തട്ടിപ്പിനും തരികൾക്കും ഇതുവരെ റെഡിമെയ്ഡ് അതെന്ത് വർത്താനോ വരിക. ഞാൻ സ്ഥലക്കച്ചവടമല്ലേ ചെയ്യണം. ഭൂമി റെഡിമെയ്ഡ് ഉണ്ടാക്കാൻ പറ്റും. അതെ, അതൊക്കെ പോട്ടെ. ഇപ്രാവശ്യത്തെ ന്യൂ ഇയറിന് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നമുക്ക് ബീച്ചിൽ പോവാം. ബീച്ചിൽ പോവാ. കഴിഞ്ഞ തവണ നിങ്ങൾ ബീച്ചിൽ പോയോ? എടാ, ബീച്ചിലൊക്കെ പോയിട്ട് 2 എണ്ണം കെട്ടിട്ട് ആ നിലാവ് നോക്കി ഇങ്ങനെ കിടക്കുക. എന്താ അതിന്റെ ഒരു സുഖം. നിങ്ങൾക്കൊക്കെ അതൊക്കെ പറ്റും ചങ്ങായോടെ. എന്റെ വീട്ടിൽ ഇതൊരു ജാതി പരിപാടി നടക്കൂലല്ലോ ഇവിടെ. എന്തേലും നുണയും കെണിയും തരികടയൊക്കെ പറഞ്ഞിട്ടേ ചാടണോന്ന്. ഇവിടെ നുണയും കഴിഞ്ഞൊന്നും ഇനി നടക്കൂല. ഓരോ കാര്യം എന്ത് നുണ പറഞ്ഞിട്ടുണ്ടോ അത് അപ്പൊ അവള് കണ്ടുപിടിക്കുക. അതിന് ഭയങ്കര ബുദ്ധിയാ. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, നുണയും കടി ഒന്നും പറയണ്ട. സത്യം സത്യമായിട്ടാണ് പറയാ. എന്നിട്ട് ന്യൂ ഇയറിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റും കൊടുക്കാന്ന് പറഞ്ഞ പോരെ? അത് മതി. സത്യം പറഞ്ഞിട്ട് പോരെ. ന്യൂ ഇയർ ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞ് ബോധിപ്പിച്ചാ പോരെ? എന്ത് ഗിഫ്റ്റ്? എന്തെങ്കിലും വല്ല പൊട്ടോ വളയൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ മതി. പൊട്ടോ വളയൊക്കെ ഓൾക്ക് കൊടുത്തിട്ടുണ്ട്. മോത്തക്ക് അങ്ങോട്ട് ഇറങ്ങിയോള്. ഓളുടെ ഏറ്റവും ചുരുങ്ങിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ 1 പവന്റെ വളേ ആണ് ആദി. അല്ല, ഇനി ഭാര്യയൊക്കെ നുണ പറഞ്ഞു വന്നിട്ട് എന്താ കാര്യം? കുടിക്കാന്നുമില്ലല്ലോ. പിന്നെ കടപ്പുറത്ത് വന്നിട്ട് എന്താ കാര്യം? കുടിക്കണം തന്നെ ഇല്ലല്ലോ. കടപ്പുറത്തൊക്കെ വന്നിട്ട് അവിടുത്തെ കാറ്റും കൊണ്ടാന്ന് ഇല്ലാവും കണ്ടിങ്ങനെ കെടുക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഇതല്ലേ. അതിനിപ്പോ കടപ്പുറത്ത് വന്നൊന്നുമില്ല. ആ ബെഡ്റൂമിന്റെ മുകളിൽ ഒരു ഓട ഇളക്കിയിട്ട് മുകളിലോട്ട് നോക്കി കിടന്നാ പോരെ? ഇത് മുകളിലൊക്കെ ഏത് ഓട കളിക്കാലും കൂടെ കിടക്കണത് പിള്ളല്ലേ. എന്ത് ദോഷമുണ്ട് ഈ തരികിടയൊക്കെ പറയാൻ കേൾക്കും. അത് പറയേണ്ട പോലെ പറയാഞ്ഞിട്ടാണ്. അതൊന്നല്ലടാ. അല്ല, എന്തിനു കുഞ്ഞൂട്ടനെ ഏൽപ്പിച്ചിട്ട് പോണം? കുഞ്ഞൂട്ടനെ എന്തിനാ ഏൽപ്പിക്കണ? കാര്യം എത്ര വിശ്വസ്തനാണെങ്കിലും നമ്മുടെ മുതല് നമ്മള് തന്നെ നോക്കണം. ഇല്ല റസിയ? അല്ല, കുഞ്ഞൂട്ടനെ ഏൽപ്പിക്കണം എന്ന് പറയാ. കടേ കുഞ്ഞൂട്ടനെ ഏൽപ്പിച്ചിട്ടല്ലേ മൂപ്പര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ. എങ്ങനെ നടക്കണ ഞാന്? അല്ല, ഇപ്പൊ ഈ ന്യൂ ഇയർ ഒക്കെ ഇനിയെങ്കിലും ഒരു മാറ്റം വന്നം. അതൊക്കെ കൃത്യമായിട്ട് നോക്കണോന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. അല്ല എടാ ചങ്ങായി, അതെന്താച്ചണ്ടോ, അപ്പൊ ഓളുടെ വാപ്പാടെ കാലത്ത് കൂടെ ഉണ്ടായിരുന്നാണ്. അപ്പൊ മൂപ്പര് മരിക്കണ കാര്യത്ത് ഇവന്റെ കൈ പിടിച്ചിട്ട് എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞിട്ട് ഓനെ കൈ വിടരുത് കേട്ടോ പറഞ്ഞു. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ അതങ്ങനെ വേണ്ടല്ലോ വെച്ചിട്ട് ഞാൻ അങ്ങനെ കൊണ്ടു നടക്കാണ്. അല്ലാണ്ട് എന്ത് കുഞ്ഞോട്ടിനെ അവന്റെ വർത്താനവും മറ്റും ആരെയൊക്കെ കണ്ടാലും ഓർക്കും പരിഹരിക്കാനാ അവനെയാണ് വാപ്പ കൈ പിടിച്ചേൽപ്പിച്ചാണെന്ന് പറഞ്ഞു. അല്ല, നിങ്ങളിപ്പോ ഇത്ര നേരം കുഞ്ഞുട്ടന്റെ കാര്യം പറഞ്ഞേ? കുഞ്ഞുട്ടന്റെ കാര്യം അല്ലാണ്ട് എന്താ നേരോ? ഒരു കൊല്ലം പറഞ്ഞാൽ തീരോ കുഞ്ഞുട്ടന്റെ കാര്യം? കുഞ്ഞുട്ടന്റെ കാര്യം അല്ലാണ്ട് എന്താ ഇവിടെ പറയാനുള്ളത്? ഇപ്പൊ ഈ ഒരു ചായ എടുത്തുണ്ടോ? ചായ വേണപ്പോ? ചായ എടുത്തുണ്ടേ. ചായ 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 എടുത്തോട്ടെ. എടുത്തോട്ടെ ചായ. ഒരു ചായ എടുത്തോണ്ടേ. എടുത്തുണ്ടോ? എന്നാ എടുത്തോ. അതെ, ഇനി ചായ തിളപ്പിക്കാൻ പോലും ചെവി ഇവിടെ ഇട്ടുണ്ടായിരിക്കും പോയേക്കണ. ചെവി ഇവിടെ ഇട്ടുണ്ടായിരിക്കും. തക്ക സമയത്ത് ഈ പ്ലേറ്റ് മാറ്റിയത്. എന്ത്? അല്ല, പാലൊഴിച്ച ചായ വേണോ കട്ടൻ ചായ വേണോ? അസുട്ടിയുടെ കട്ടൻ ചായ അല്ലേ ഇഷ്ടല്ലേ?
പാലുണ്ടെങ്കിലും കട്ടൻ ചായ അല്ലേ എടുക്കുന്നത്? പിന്നെ എന്തൊക്കെ ഒരു ജോലിയാണ്? എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എന്തോ ഒരു തരികട ഉണ്ട്. അതാണ് ഞാൻ തിരിച്ചത്. ചായ എടുത്തിട്ടോ? എന്ത് തരികട? എന്ത് തരികട? തരികട ആജ് പോയി എടുത്തിട്ട് ആവാണേ. ഇല്ലാന്ന് എന്ത് തരികട ഇവിടെ ഞങ്ങളെ കുടുംബത്തിൽ ഇരുന്ന് സംസാരിക്കണേ? ഞാൻ ന്യൂ ഇയറിന് പോട്ടോ കൂടെ. എവിടെ ന്യൂ ഇയറിന്? അതാണ് കാര്യം. എന്ത് ന്യൂ ഇയറിന് അവിടെ പോയിട്ടാ നിലാവ് കാണാൻ ഭയങ്കര രസാന്ന് പറഞ്ഞവര്. അതല്ലാണ്ട് വേറെ വർത്താനൊന്നും ഇല്ല ഇപ്പൊ ഇവിടെ. ചായ എടുത്തണ്ട ഞാൻ പോട്ടോ. പോണ കാര്യമൊക്കെ പിന്നെ ആദ്യം ചായ. ഇവളെ കെട്ടി നേരത്തിന് പരിക്കൊക്കെ ആരെങ്കിലും കൊന്നിട്ട് ആ സബ് ജയിലിൽ പോയി കിടക്കാം. നല്ല പോലെ നിൽക്കുമ്പോ ഞാനൊന്ന് തട്ടിയതാ. അവളുടെ ചിരിയുടെ സമയത്ത് എന്തും പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പണ്ടാരം കടിച്ച് കീറും. നടക്കും തോന്നുന്നുണ്ട്. ഞാനും ഉണ്ടാവും കേട്ടോ പ്രാവശ്യം. എന്തപ്പോ തന്നെ തിരുമ്പ എടുക്കണ്ട? ഭാഷ എടുക്ക? ഇത് ഇനി ഓരോ പ്രാവശ്യം ഇടാന്ന് തോന്നുന്നു. വേർപ്പ് വേണുണ്ട്. അതെ പിന്നെ എന്താണ്? അല്ല ഓക്കെയാണ്. എന്തായി പറഞ്ഞ കാര്യം? എന്ത് കാര്യം? അല്ല ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ? എന്താണ്? അല്ലടി മറ്റേ ഇവര് വാസുട്ടിയും ജോസുട്ടിയൊക്കെ പോവല്ലേ. അപ്പോ ഞാൻ പറഞ്ഞില്ലേ ന്യൂ ഇയറിന്റെ ഒരു ഇതിന് ന്യൂ ഇയറിന് പോണം. അത് തള്ളി മറിച്ചിടുന്ന എന്തിനാ? അല്ല ഞാൻ ചോദിച്ചാണ്. ഞാൻ പോണില്ലേന്ന് അറിയാനാണ്. ഇങ്ങക്ക് എന്താണ്? എന്ത് ന്യൂ ഇയർ? ഇതുവരല്ലാത്തൊരു കളി. അതല്ലാന്ന് അവരൊക്കെ പാടെ പോവുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഒന്ന് പോവാൻ വെച്ചിട്ടാണ്. അല്ലാണ്ട് വേറെ ഒന്നല്ല. അത് സാധാരണ പതിവല്ലേ ആൾക്കാര് ഇങ്ങോട്ട് യാത്ര പോവല്. ഇവിടെ പോരെ ന്യൂ ഇയർ ഒക്കെ? എന്ത് ഇതൊന്ന് പറഞ്ഞിട്ട് പോകും. എന്ത് ഇവിടെ എന്താണ് ന്യൂ ഇയറിന്? അവര് ആ ബീച്ചിലൊക്കെ അവിടെ പോകുന്നുണ്ട്. അവിടെ നല്ല രസമാണെന്നൊക്കെ പറയുന്നുണ്ട്. ബീച്ചിലൊക്കെ വെറുതെ എന്തിനാണ്? അത് അങ്ങനല്ല. അവിടെ എന്തൊക്കെ കലാപരിപാടികളൊക്കെ ഉണ്ടാവും ന്യൂ ഇയറിന്. അപ്പൊ അതൊക്കെ കാണാം. പിന്നെ അത് മാത്രല്ല അവരൊരു ഇത് പറഞ്ഞു, ഒരു ഭയങ്കര പുതുമുള്ള ഒരു കാര്യം പറഞ്ഞ്. അല്ല നമുക്കാണ് പുതുമ, അല്ലാതെ അവർക്ക് അത് പുതുമയായിട്ടൊന്നും തോന്നിയിട്ടില്ല. അവരെല്ലാ ന്യൂ ഇയറിനും ഇങ്ങനെ ഭാര്യമാർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഒക്കെ എടുത്തു കൊടുക്കും പറയുന്നുണ്ട്. ഗിഫ്റ്റാ? പിന്നെ പെരുന്നാളിനാണ് ആകെ ഒരു ഗിഫ്റ്റ് കിട്ടണം. എപ്പോഴാണ്? അതന്നെ പറഞ്ഞു. ഇക്കത് അറിയൂല, ഞാൻ ഇപ്പോഴാണ് ഇത് അറിയണത്. അപ്പൊ അതെനിക്കൊരു പുതുമായിട്ട് തോന്നി. അവര് സാധാരണ എല്ലാ ന്യൂ ഇയറിനും അവർ എടുക്കലുണ്ട് ഇത്ര ഭാര്യമാർക്ക് ഒരു ഗിഫ്റ്റ്. അങ്ങനെ ഒരു ഇതൊക്കെ പറഞ്ഞപ്പോ എനിക്കൊരു ഭയങ്കര രസം തോന്നിയത്. അത് ഇങ്ങനെ എന്തെങ്കിലും എനിക്ക് എടുക്കാലോ. ഗിഫ്റ്റ് തരാൻ പോവാ? അല്ല ഒരു രസം എന്നുള്ള എനിക്ക്. എന്താണ് ഗിഫ്റ്റ്? അതൊന്നും പറയാൻ പറ്റൂല. അതെങ്ങനെ ഇപ്പൊ പറയണത്? അത് സർപ്രൈസ് അല്ല. എന്റെ ഇഷ്ടത്തിന് ഞാൻ എനിക്ക് എന്നെ അറിയിക്കാണ്ട് കൊണ്ടുപോകുമ്പോഴല്ലേ. എന്നാലും ഇങ്ങനെയായിരിക്കൂ പറയ്. അത് പറയാൻ പറ്റില്ല. അങ്ങനല്ല. അത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പിന്നെ അവരൊക്കെ അങ്ങനെയാണ്. അവര് ആരോടും പറയാണ്ട് അത് അങ്ങനെ ഒരു ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു ഇതിലൊക്കെ പൊതിഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവര്. എന്നാലും അങ്ങനെ ചോദിക്കരുത്. ഞാൻ എനിക്ക് എന്ത് മര്യാദ ഉള്ളത് അങ്ങനെ ഈ ചോദിക്കാൻ പറഞ്ഞ? എനിക്ക് ഒന്നാമത്തെ ഒരു കുന്ത്രാണ്ട് അറിയില്ലാത്ത. അതൊക്കെ അങ്ങനെയാണ്. അവരുടെ ഒരു സ്നേഹത്തിന്റെ ഇതില് അവരങ്ങനെ ചെയ്യണതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്നോട് എത്ര സ്നേഹമുണ്ട്? എന്താ എനിക്കറിയില്ലേ എനിക്ക് എന്നോട് സ്നേഹമുള്ളത്? അല്ല ഗിഫ്റ്റ് സ്നേഹത്തിന്റെ അനുസരിച്ചാണ്. അങ്ങനല്ല. അത് ഓരോരുത്തർക്ക് അവരവരുടെ ഭാര്യമാരോടുള്ള ഇഷ്ടം കാരണം അവരുടെ ഇഷ്ടത്തിന് ഒരു സാധനം മേടിക്കുക എന്നുള്ളതാണ്. അത് കൊടുക്കുമ്പോ അതിന്റെ ആ ഒരു അന്തസ്സിൽ അതൊക്കെ ചെയ്യും. അപ്പൊ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് സ്വീകരിക്കാലോ. അല്ലാണ്ട് മനസ്സിലായി. എന്ത് കൊടജിമിക്കല്ലേ? അങ്ങനെയൊക്കെ ചോദിക്കണം എന്തിനാണ്? കൊടജിമിക്ക് ഇനിയിപ്പോ അതിനേക്കാളും നന്നായിക്കൂടെ? കൊടജിമിക്ക് പിന്നെ ഈ ഇതിന്റെ താഴെ ഇടാൻ പറ്റിയൊരു വള അല്ലേ? എടി ഇത് അങ്ങനെ ചോദിക്കാൻ പാടില്ല. എനിക്കൊരു റൊമാൻറ്റിക് ഇത് അറിയില്ല കേട്ടോ. എന്നാണ് ഞാൻ പറയണത്. അവരൊക്കെ എത്ര കാലം മുതൽ ഇതൊക്കെ ചെയ്യണ വെച്ചാ. അപ്പൊ നിങ്ങക്ക് പോണോ? നിർബന്ധം വെച്ചാൽ ഈ സമ്മതിക്കുകയാണെങ്കിൽ വേറെ എതിർപ്പൊന്നും ഇല്ലാണ്ടാണെങ്കിൽ. അല്ലാണ്ട് അങ്ങനെയൊക്കെ ആഘോഷിക്കാൻ പറ്റും ആൾക്കാർക്ക്. അതൊക്കെ കുടുംബത്തിൽ സമാധാനം ഉണ്ടെങ്കിലല്ലേ അതിനൊക്കെ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഈ സമ്മതിക്കുകയാണെങ്കിൽ പോകണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്.
ഞാൻ അവരോട് പറയുകയും ചെയ്തു. അല്ലെങ്കിൽ അവര് വിചാരിക്കില്ല ഞാൻ എന്റെ വാക്കും കേട്ട് ഇവിടെ കുത്തിയിരിക്കണ ഒരാളാണെന്ന് വിചാരിക്കും. അല്ല അങ്ങനൊന്നും വിചാരിക്കണ്ട, നിങ്ങൾ എന്തായാലും പോയിട്ട് വന്നോ, വേഗം വരണം, അത്രേ ഉള്ളൂ. ഇതല്ലാണ്ട് അവിടെ താമസിക്കോ നമ്മള്? പിന്നെ ഞാൻ എപ്പോ വിളിച്ചാലും ഫോൺ എടുക്കണം. പിന്നല്ലാണ്ട് ആ അതൊക്കെ അങ്ങനെ തന്നെയല്ലേ ഉള്ളൂ. ഒന്ന് ഞാൻ തലക്കിട്ടിട്ട് വരാം. ചിരിയുടെ തരികിട മേളം പൂരം കുട്ടീസ് 3 കുട്ടീസ്.